ഹായ് സ്റ്റുഡൻസ്, നിങ്ങളിപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിലും ബെയിൽമെൻറ്റും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അത്രയും ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി അടുത്ത ഭാഗം തൊട്ടിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. അതിൻ്റെ ഡിഫറൻസ്, ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെയും സെയിലും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട്, അതായത് ആ പ്രൊഡക്റ്റിന് ബാക്കി വരുന്ന എമൗണ്ടൊക്കെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ഒരു ഇത്ര തവണയായിട്ട് ഇത്ര എമൗണ്ട് അടച്ച് തീർക്കാന്നുള്ള കണ്ടീഷനിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ബൈക്കിനൊക്കെ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ടൊരു കയ്യിലുള്ള ഒരു 15,000-20,000 കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത്ര ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ച് തീർക്കാന്നുള്ള കണ്ടീഷനിൽ ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊക്കെയാണ് എന്ത് പറയുന്നത്, ഹയർ പർച്ചേസ് എന്ന് പറയുക. ബൈക്ക് മാത്രമല്ല, വീട്ടിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളും എന്ത് ഐറ്റംസ് വേണമെങ്കിലും അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV എല്ലാം നമുക്കങ്ങനെ കിട്ടും. ഇനി സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് നോക്കൂ, ഓണർഷിപ്പിൻ്റെ ബേസിൽ ഡിഫറൻസ്. ഇൻ എ സെയിൽ, as the contract is entered into, ownership is transferred from the seller to the buyer. അതായത് സെയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ഉടൻ തന്നെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. പക്ഷേ ഹയർ പർച്ചേസിൻ്റെ കേസ് നോക്കൂ. ഇൻ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ദി ഹയർ പർച്ചേസർ ഓൺലി ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ഫിക്സഡ് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് മുഴുവൻ ഹയർ പർച്ചേസർ അടച്ച് തീർന്നെങ്കിൽ മാത്രമേ ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് ഹയർ പർച്ചേസർക്ക് ആയിട്ട് കിട്ടുള്ളൂ. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ഓണർഷിപ്പ് ഹയർ പർച്ചേസർക്ക് കിട്ടുള്ളൂ. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് നോക്കൂ. എന്തിൻ്റെ ബേസിലാണ്? പൊസിഷൻ്റെ ബേസിൽ. അതായത് ഇൻ സെയിൽ, പൊസിഷൻ ഓഫ് ദ ബയർ ഈസ് ദാറ്റ് ഓഫ് ദ ഓണർ. അതായത് സെയിലിൽ ബയ്യറാണ് വസ്തുവിൻ്റെ ഓണർ, വസ്തു വാങ്ങിക്കുന്ന ആളാണ് വസ്തുവിൻ്റെ ഓണർ. പക്ഷേ ഹയർ പർച്ചേസിലോ, ഇൻ ഹയർ പർച്ചേസ് ദ ഹയർ പർച്ചേസർ ഈസ് നോട്ട് ഓണർ, ഹി വിൽ ബി ദ ഓണർ ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ഫുൾ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഹയർ പർച്ചേസിൽ ഹയർ പർച്ചേസർ വസ്തുവിൻ്റെ ഓണറല്ല, ഒരു ഹയറർ അല്ലെങ്കിൽ ഒരു ബെയിലിയാണ്. ഫുൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഹയർ പർച്ചേസർ ഓണറായിട്ട് മാറുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. ഇനി മൂന്നാമത്തത്, കോൺട്രാക്റ്റ് ടെർമിനേഷൻ. കോൺട്രാക്റ്റ് ടെർമിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിലിലാണെങ്കിൽ ഇൻ സെയിൽ ബയ്യർ കനോട്ട് ടെർമിനേറ്റ് ദ കോൺട്രാക്റ്റ്. സെയിലിൻ്റെ കേസിൽ ബയ്യർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയ്യർക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കോൺട്രാക്റ്റ് ബയ്യറിൻ്റെ കാരണം കൊണ്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻ ഹയർ പർച്ചേസിലാണെങ്കിൽ എന്താ, ഹയർ പർച്ചേസർ ക്യാൻ ടെർമിനേറ്റ് ദി കോൺട്രാക്റ്റ്. ഹയർ പർച്ചേസർക്ക് ആ പൈസ അടയ്ക്കാനുള്ള, തുടർന്നുള്ള ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കോൺട്രാക്റ്റ് ടെർമിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റ് നോക്കൂ, സീസ് ആൻഡ് ടേക്ക് ബാക്ക്. അതായത് ഇൻ സെയിൽ ദ ബയ്യർ ബിക്കം ഇൻസോൾവെൻറ്റ്, ദ സെല്ലർ ഹാസ് നോ റൈറ്റ് ടു സീസ് ആൻഡ് ടേക്ക് ബാക്ക് ദ ഗുഡ്സ്. അതായത് ഒരു ബയ്യർ ഇൻസോൾവൻ്റ് ആയാൽ, അതായത് പാപ്പരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലർ ബയ്യർക്ക് വിറ്റിട്ടുള്ള ആ വസ്തു സീസ് ചെയ്യാനോ തിരിച്ചു പിടിക്കാനോ പറ്റില്ല. കാരണം എന്താണ്, ഫുൾ എമൗണ്ട് അടച്ചിട്ടാണ് ബയ്യർ അത് വാങ്ങിച്ചിരിക്കുന്നത്, ആ വസ്തു വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ബയ്യർ പാപ്പരായാലും പാപ്പരായില്ലെങ്കിലും അത് സെല്ലറിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബയ്യർ വാങ്ങിച്ചിട്ടുള്ള വസ്തു പിന്നെ തിരിച്ചെടുക്കാനുള്ള അവകാശമൊന്നും സെല്ലറിനില്ല. അതാണ് സെയിലിൻ്റെ കേസിൽ. പക്ഷേ ഇൻ ഹയർ പർച്ചേസ്, ദ ഹയർ പർച്ചേസസ്
higher purchaser become insolvent, the seller has right to seize and take back the goods. അതായത് ഇനിയിപ്പോൾ ഹയർ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ ഹയർ പർച്ചേസറാണ് ഇൻസോൾവൻ്റ് ആയത്, അതായത് പാപ്പരായതെന്നുണ്ടെങ്കിൽ സെല്ലർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? സെയിൽ ചെയ്തിട്ടുള്ള വസ്തു, അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഹയർ പർച്ചേസർക്ക് കൊടുത്തിട്ടുള്ള ആ വസ്തു തിരിച്ചു പിടിക്കാനുള്ള അവകാശം സെല്ലർക്കുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ആൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഹയർ പർച്ചേസർ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഓണർഷിപ്പ് എന്തായാലും കൈമാറ്റം സംഭവിച്ചിട്ടില്ല, സെല്ലർ തന്നെയാണ് ഓണർ. അത് ഹയർ പർച്ചേസർ ഫുൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഹയർ പർച്ചേസർക്ക് ഓണർഷിപ്പ് കിട്ടുള്ളൂ. അത് അടയ്ക്കുന്നതിൻ്റെ മുൻപേ തന്നെ ഹയർ പർച്ചേസർ പാപ്പരായിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? സെല്ലർക്ക് അയാൾ കൊടുത്തിട്ടുള്ള ഗുഡ്സ് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്, ഫോർത്ത് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, ഹയർ ചാർജസ് ഓർ ഇൻട്രസ്റ്റ്. അതായത് ഇൻ സെയിൽ ദർ ഈസ് നോ റിക്വയർമെൻറ്റ് ഓഫ് ഹയർ ചാർജസ് ദാൻ ദ ആക്ച്വൽ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. അതായത് സെയിൽ ഇപ്പോൾ വേണമെങ്കിൽ സെയിൽ ക്രെഡിറ്റ് സെയിലാവാം. ക്രെഡിറ്റ് സെയിലായ അതായത് ക്യാഷ് കൊടുക്കാണ്ട് ഫ്യൂച്ചർ ഡേറ്റിൽ പൈസ തരാമെന്നുള്ള ഒരു കണ്ടീഷനിലുള്ള സെയിലായിരിക്കാം. അങ്ങനെയുള്ള സെയിലായാലും ആ പ്രോഡക്റ്റിൻ്റെ ആക്ച്വലായിട്ട് ആ പ്രോഡക്റ്റിന് എത്ര പ്രൈസാണോ വരിക ആ ഒരു പ്രൈസ് മാത്രമാണ് കൊടുക്കണ്ടുള്ളൂ. അല്ലാണ്ട് അതിന് കൂടുതലായിട്ട് ഹയർ ചാർജായിട്ട് ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നും കൂട്ടിയിട്ട് കൊടുക്കണ്ട. അങ്ങനെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് തരണം എന്നെങ്ങാനും അതിൽ പ്രത്യേകം എഴുതി ചേർത്തുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ഇൻട്രസ്റ്റിൻ്റെ കാര്യമുള്ളൂ. അല്ലാതെ നോർമൽ കേസിൽ ഒരു ഹയർ ചാർജിൻ്റെ ആവശ്യം സാധാരണ സെയിലിൽ വരില്ല. പക്ഷേ ഇൻ ഹയർ പർച്ചേസ് ദ ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ് ബൈ ദി ഹയർ പർച്ചേസർ വിൽ ബി റിഗാർഡഡ് ആസ് ഹയർ ചാർജസ്. അതായത് ഹയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ എമൗണ്ടിൻ്റെ കൂടെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ആ എമൗണ്ട് ഹയർ പർച്ചേസർ അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ പ്രോഡക്റ്റ് സ്വന്തമായിട്ട് കിട്ടുള്ളൂ. ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ആ പ്രോഡക്റ്റിൻ്റെ ഇൻട്രസ്റ്റും കൂടി ഹയർ പർച്ചേസർ അടച്ചു തീർക്കണം. അതാണ് ഹയർ ചാർജസ് ഓർ ഇൻട്രസ്റ്റിൽ വരുന്നത്. ഇനി അടുത്തതാണ് എന്ത്? എക്സിക്യൂഷൻ. എക്സിക്യൂഷനിൽ എന്താ? സെയിൽ ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. അതായത് നിറവേറി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് സെയിൽ എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹയർ പർച്ചേസ് ഈസ് ആൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല, ഫുൾ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാലല്ലേ ഹയർ പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, ഇപ്പോഴും നിറവേറി കഴിയാത്ത കോൺട്രാക്റ്റാണ് എന്ത്? ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് മോർട്ടേജ്. മോർട്ടേജും സെയിലും തമ്മിലുള്ള ഡിഫറൻസാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ഇൻ സെയിൽ ട്രാൻസ്ഫർ ഓഫ് ദ ഓൾ ഇൻട്രസ്റ്റ് ഓഫ് ദ സെല്ലർ ഇൻ ദ ഗുഡ്സ്. അതായത് സെല്ലറുടെ ഫുൾ ഇൻട്രസ്റ്റും സെല്ലർ ട്രാൻസ്ഫർ ചെയ്യും ഗുഡ്സായിട്ട്. അതിന് റിട്ടേൺ ആയിട്ട് സെല്ലർക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. അതാണ് ആ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ മോർട്ടേജിലാണെങ്കിലോ, ഇൻ മോർട്ടേജ് ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. അതായത് ഒരു ഇപ്പോൾ ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. മോർട്ടേജിൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ലോണിൻ്റെ ഇപ്പോൾ ഒരു മോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തു നമ്മൾ പണയം വെച്ചിട്ട് അതിന് പൈസ കിട്ടും. അങ്ങനെയുള്ള കേസുകൾ എന്ത് പറയുക? മോർട്ടേജ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് ഒന്നും കൈമാറ്റം ചെയ്യുന്നില്ല, ഒരു താൽക്കാലിക ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കിട്ടും, അതിന് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പണം കൊടുക്കും, ഒരു ചാർജ് നമ്മൾ കൊടുക്കും. അത്രയാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലേ?
ഇനി അടുത്ത പോയിന്റ് നോക്കൂ, ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കേസ് തന്നെയാണ്. ഇൻ സെയിൽ ബയ്യർ ബിക്കംസ് ദ അബ്സല്യൂട്ട് ഓണർ ഓഫ് ദ ഗുഡ്സ് സോൾഡ്. സെയിൽ ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ അബ്സല്യൂട്ട് ഓണർ എന്ന് പറയുന്നത് ബയ്യറാണ് സെയിലിൻ്റെ കേസിൽ. ഇൻ മോർട്ടേജിലാണെങ്കിലോ, ഇൻ മോർട്ടേജ് ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് റിമെയിൻ വെസ്റ്റഡ് ഇൻ ദ മോർട്ടേജർ. മോർട്ടേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, ഞാനത് പണയം വെക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടുത്തെ മോർട്ടേജർ എന്ന് പറയുന്നത് ഞാനാണ്. ഗോൾഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നിലാണ്, അതുകൊണ്ട് ഞാനാണ് മോർട്ടേജർ. ഇനിയിപ്പോൾ ഞാൻ പണയം വെക്കുന്നത് ഒരു ബാങ്കിലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? മോർട്ടേജി എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പണയം വെച്ചാലും അതിൻ്റെ ഓണർഷിപ്പ് എനിക്ക് തന്നെയായിരിക്കും, മോർട്ടേജറായിട്ടുള്ള എനിക്ക് തന്നെയായിരിക്കും. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്താണ് എന്ത്? കൺസിഡറേഷൻ. മൂന്നാമത്തെ പോയിൻ്റാണ് കൺസിഡറേഷൻ. അതായത് ഇൻ സെയിൽ ദ കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ്. അതായത് സെയിലിൻ്റെ കേസിലാണെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ പ്രൈസാണ്. എന്താണോ വിൽക്കുന്നത് അതിൻ്റെ പ്രൈസാണ് കൺസിഡറേഷനായിട്ട് സെയിലിൽ വരിക. ഇൻ മോർട്ടേജ് കൺസിഡറേഷൻ ഈസ് ദ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി. ഇവിടെ കൺസിഡറേഷൻ രണ്ടുപേർക്കും വരുന്നുണ്ട്. എങ്ങനെയാണ്? ഞാനിപ്പോൾ ഗോൾഡ് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആ സെക്യൂരിറ്റി ഒരു കൺസിഡറേഷനാണ്, എനിക്ക് തിരിച്ച് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അതും കൺസിഡറേഷനാണ്. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് മോർട്ടേജിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതൊക്കെ ഷോർട്ട് പോയിൻ്റ് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ടെക്സ്റ്റിലൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വാരി വലിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്ഷൻ 4 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഡിഫൈൻസ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആൻഡ് സെക്ഷൻ 5 deals with the formalities required for making an contract of sale. അതായത് സെക്ഷൻ 4 എന്ത് പറയുന്നത്? കോൺട്രാക്റ്റ് ഓഫ് സെയിലിനെ കുറിച്ചിട്ട്. സെക്ഷൻ 5 പറയുന്നത് സെക്ഷൻ 5 ഡീൽസ് വിത്ത് ദ ഫോർമാലിറ്റീസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് സെക്ഷൻ 5 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ. A contract of sale is made by a buyer offering to buy or a seller offering sell goods for a price and the other party accepting such offer. എന്താണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്? ഒരാൾ സെല്ലർ ഓഫർ ചെയ്യാണ്, എൻ്റെ കയ്യിൽ ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് വാങ്ങിക്കാൻ നീ തയ്യാറാണോ എന്നുള്ളൊരു ഓഫർ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ബയ്യർ പറയാണ് അത് ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ്. അപ്പോൾ സെല്ലർ പറയുന്നു ഇത്ര പ്രൈസിന് വേണ്ടിയിട്ടാണ് ഞാനിത് സെയിൽ ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പോൾ ബയ്യർ ആ കണ്ടീഷൻ ഓക്കെ, ആ പ്രൈസ് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ കണ്ടീഷൻ ഓക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവിടെ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ രൂപം കൊള്ളുന്നത്. അതറിയുണ്ടാവും നിങ്ങൾക്ക്. ഇനി ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിലെ മെയിനായിട്ടുള്ളത്, അതിൻ്റെ ഫോർമേഷനിൽ മെയിനായിട്ട് എന്താ വേണ്ടത്? 2 പാർട്ടീസ്, 2 ആൾക്കാർ വേണം. ഒരു ബയ്യർ വേണം, ഒരു സെല്ലർ വേണം. അല്ലെങ്കിൽ ഒരു ഓഫർ വെക്കുന്ന ആളും വേണം, ഓഫർ സ്വീകരിക്കുന്ന ആളും വേണം. അങ്ങനെ 2 പേര് ചുരുങ്ങിയത് വേണം. ഇനി അടുത്താണ് എന്ത് പോയിന്റ്? ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, അതും വേണം. അതായത് ഒരാൾ ഓഫർ ചെയ്യാനും വേണം, മറ്റേ ആൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനും വേണം. ഇനി അടുത്ത പോയിൻ്റാണ് എന്ത്? കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ്, ഒരു വസ്തുവിൻ്റെ എന്താണോ ഓഫർ ചെയ്യുന്നത് ആ വസ്തുവിൻ്റെ പ്രൈസാണ് കൺസിഡറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത്? റിട്ടൺ ഓർ ഓറൽ. ഈ ഇത്തരത്തിലുള്ള ഈ കോൺട്രാക്റ്റ് ഒന്നുകിൽ റിട്ടൺ ആവാം, എഴുതി തയ്യാറാക്കിയിട്ട് എല്ലാ കണ്ടീഷനുകളോടും കൂടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത്, ഓറലായിട്ടുള്ള വാക്കുകൊണ്ടുള്ള കോൺട്രാക്റ്റും ആയിരിക്കാം. ഓർ പാർഷ്യലി ഇൻ റൈറ്റിംഗ് ഓർ പാർഷ്യലി ഇൻ വേർഡ് ഓഫ് മൗത്ത്, കുറച്ച് റൈറ്റിങ്ങും കുറച്ച് വായുകൊണ്ട് പറയുന്നതുമായിട്ടുള്ള കോൺട്രാക്റ്റ് ആവാം. ഇങ്ങനെ നമുക്കൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റും. ഇത്രയാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാം. താങ്ക് യു.